ഒരു കളക്ടറായിരിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് കിട്ടിയ ഒരു ഊമക്കത്തിൽ നിന്നാണ് ഞാൻ ഈ ആശയം എനിക്ക് ഒരു പുസ്തകമാക്കാനായിട്ട് തോന്നിയത്. അങ്ങേക്ക് അവാർഡ് കിട്ടിയതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു? കളക്ടർ കഥ എഴുതുകയാണ്. കളക്ടർ കഥ എഴുതുകയാണ്. ഓക്കെ സാർ, ഇനി നമുക്ക് അടുത്ത വിഷ്വൽ കാണാം. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. കാണോ നിനക്ക്? കപ്പോ? അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ് അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയും വരും കുപ്പി. എന്നാ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡിൽ വെച്ച് അതും സാറ് യൂണിഫോമില്. അത് വിട്. സാറിനെ പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ? ഞാൻ ചെയ്യില്ലെങ്കിലോ? രാവണപ്രഭു എന്ന ചിത്രത്തിലെ രംഗമാണ്. ചോദ്യം ഇതാണ്, ഈ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നുള്ളതാണ്. രഞ്ജിത്ത്, അനിൽ, ജോഷി, തുളസിദാസ്. എനിക്കറിയാം ആരാണ്? രഞ്ജിത്ത്. റൈറ്റ് ആൻസറാണ് സാർ. അതുപോലെ അങ്ങക്ക് അവാർഡ് കിട്ടിയ ഒരു എന്താ ആധാരം എഴുത്തുകാരന്റെ? അല്ലാത്ത ആ പുസ്തകത്തിലെ ഒരു ലേഖനത്തിന്റെ അതിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിരുന്നു. അതെന്താണ് സാർ? അത് പറയാം. ഒരു ആധാരമെഴുത്തുകാരൻ പ്രേമലേഖനം എഴുതിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി സങ്കല്പിച്ചതാണ്. ഈ ആധാരമെഴുത്തിൻ്റെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പഴയ മലയാളമാണ്, ഒരു നോൺ സ്റ്റോപ്പ് ലാംഗ്വേജാണ്. തുടങ്ങിയാൽ എവിടെ അവസാനിപ്പിക്കണമെന്ന് ആധാരമെഴുത്തുകാരന് പോലും അറിയില്ല. അപ്പോൾ അസാധാരണഗതിയിൽ ഒരു ആധാരമെഴുത്തുകാരൻ പ്രേമലേഖനം എഴുതിയാൽ അയാൾ ഈ ഭാഷയിൽ തന്നെ എഴുതാൻ സാധ്യതയുള്ളൂ. ഇതാണ് എൻ്റെ സങ്കല്പം. ശ്രദ്ധിക്കുക, ശരിക്കും ആധാരമെഴുത്തുകാരൻ്റെ ഭാഷ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കുണ്ടമൺകടവ് ദേശത്ത് താന്നിവിള തെക്കേ വീട്ടിൽ കിട്ടുപണിക്കർ മകൻ കൃഷ്ണപ്പണിക്കർ 53 വയസ്സ്, മേപ്പടി വീട്ടിലെ അടിച്ചു തളിക്കാരി ജാനമ്മ മകൾ കൃഷ്ണമ്മ 33 വയസ്സ് പേർക്ക് സ്വന്തം മനസ്സാലെ എഴുതി കൊടുക്കുന്ന പ്രേമലേഖനം. നമ്മളിൽ 1-ാം പേരുകാരനായി എനിക്ക് 2-ാം പേരുകാരിയായി നിന്നോട് അന്തരംഗത്തിൽ അത്യഗാധമായ പ്രേമ വാത്സല്യാദികൾ ഉത്ഭൂതമായിട്ടുള്ളതിനാലും അവയെ വേണ്ടുവിധം ധരിപ്പിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നിട്ടുള്ളതിനാലും ഇപ്രകാരം ഒരു പ്രേമലേഖനം ചമയ്ക്കുവാൻ സംഗതി വന്നിട്ടുള്ളതും ആയതിനാൽ ഇത് നീ വായിച്ച് ഇതിനുള്ള മറുപടി 7 നാൾക്കകം മുഖതാവിലോ മുദ്രപത്രത്തിലോ എനിക്ക് നൽകേണ്ടുന്നതും അപ്രകാരം നിന്റെ മറുപടി അനുകൂലമായിരുന്നാൽ നിന്നെ ഗാന്ധർവാചാരപ്രകാരം വേളി കഴിച്ചും, ഇനിയാണ് ഞങ്ങളുടെ റവന്യൂ ഭാഷ, നിന്നെ ഗാന്ധർവാചാരപ്രകാരം വേളി കഴിച്ചും പേരിൽ കൂട്ടി കരം തീർത്തും തണ്ടപ്പേർ പിടിച്ചും അന്യകൈവശം പോകാതെ ആദായങ്ങൾ എടുത്തനുഭവിച്ചും യഥാവിധി സന്താനങ്ങളെ ജനിപ്പിച്ചും നടന്നു പോരേണ്ടുന്നതും അപ്രകാരം നടന്നു വരവേ പരപുരുഷ സംസർഗമോ ചാരിത്ര ഭ്രംശമോ വല്ലതും നിന്നിൽ കണ്ടുപോയാൽ ഈ ബന്ധം മുൻകൂർ നോട്ടീസ് നൽകാതെ ഒഴിമുറി വെച്ചൊഴിഞ്ഞ് നിന്നിൽ നിന്ന് വരേണ്ടുന്ന കുടിക്കട ബാധ്യതകൾ സിവിലായും ക്രിമിനലായും ഡിക്രി ചെയ്ത് നടത്തിയെടുക്കാനുള്ള സർവ്വവിധ അവകാശങ്ങളും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതും അതിനെ ചോദ്യം ചെയ്യാൻ നിനക്ക് യാതൊരുവിധ അവകാശമില്ലാത്തതുമായിരിക്കുമെന്ന് ഇപ്രകാരം എഴുതി കൊടുത്ത കിട്ടുപണിക്കർ കൃഷ്ണപ്പണിക്കർ ഒപ്പ്. അങ്ങക്ക് അവാർഡ് കിട്ടിയ അതിൽ 26 ലേഖനങ്ങളുണ്ട്. അതിൽ ഒരു ലേഖനമാണ്. മറ്റെല്ലാ ലേഖനങ്ങളും ഇതേപോലെ എന്തെങ്കിലും തമാശ ഉള്ളത് തന്നെയാണ്. ശരി, നിങ്ങൾക്ക് സിനിമയിൽ എഴുതിക്കൂടെ സർ? അല്ല, അത് ഹ്യൂമർ സംബന്ധം ഒരു സിനിമ എഴുതിക്കൂടെ? അല്ല, ഇനിയും സമയം കിടക്കുകയല്ലേ. എന്റെ കാലം വരാൻ പോകുന്നത് എന്റെ റിട്ടയർമെന്റിന് ശേഷം. തീർച്ചയായിട്ടും സർ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. റാപ്പിഡ് റൗണ്ടിലേക്ക് സ്വാഗതം. അപ്പോ നമുക്ക് സ്വർണ്ണകിരീടം അങ്ങ് സമ്മാനമായി നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ വിലയേറിയ സമയം അങ്ങും അങ്ങയുടെ ശ്രീമതിയും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഞങ്ങൾക്ക് നന്ദി. അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ സിനിമയിൽ അങ്ങ് വരിക, നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാം. ഇനിയും ഒരുപാട് പുസ്തകങ്ങളോ അങ്ങനെ രചിച്ച് ജനങ്ങൾക്കത് ഒരു നല്ല കൃതികളായി വരട്ടെ എന്ന് ആശംസിക്കുന്നു.